ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോൾ എങ്ങനെ പെർമിഷൻ സെറ്റ് ചെയ്യാമെന്നാണ്. അതായത് ABAC എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ടാഗ് ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഓരോ പോളിസിക്കകത്തും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ യൂസർ ലെവലാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ ടാഗായിട്ട് നമുക്ക് ആ യൂസറിൻ്റെ ടാഗ് പറഞ്ഞു കൊടുക്കാം. അതേപോലെ റിസോഴ്സ് ആണെങ്കിൽ റിസോഴ്സിൻ്റെ ടാഗ് നമുക്ക് ഓരോ റിസോഴ്സ് ടാഗിൽ നമുക്ക് ഇപ്പോൾ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതൊരു ബ്രീഫ് ഡയഗ്രാമാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതാണ്. അതായത് പ്രൊഡക്ഷൻ എൻവിറോൺമെൻറ്റും ഉണ്ട്, അതുപോലെ ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റും ഉണ്ട്, അതുപോലെ പ്രോഡ് ടീമും ഉണ്ട്, ഡെവ് ടീമും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോഡ് ടീമും അതിനകത്ത് അതേപോലെ തന്നെ ഡെവ് ടീമും. ഈ ഓരോ ഗ്രൂപ്പിലും ഞാൻ യൂസർ ആഡ് ചെയ്യുന്നുണ്ട്, അതിനകത്തേക്ക് പെർമിഷനും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ യൂസർക്ക് ഞാൻ പ്രോപ്പറായിട്ടുള്ള ടാഗ് നെയിം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻവിറോൺമെൻറ്റിലുള്ള EC2നും RDSനും ഞാൻ ടാഗ് നെയിം കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്രൊഡക്ഷനും ഒന്ന് ഡെവലപ്മെൻറ്റും എന്നാണ് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അതേപോലെ ഞാൻ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിൽ ഉള്ള ടീമിന് ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ടാഗ് ബേസ് ചെയ്തിട്ടാണ് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അതിലുള്ള ആ ഗ്രൂപ്പിലുള്ളവർക്ക് റീബൂട്ട്, സ്റ്റോപ്പ്, സ്റ്റാർട്ട് ചെയ്യാം. ആ ഇൻസ്റ്റൻസും RDSും ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് വർക്ക് ചെയ്യുന്നത് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രൊഡക്ഷനിൽ അവർ റീബൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് ഡിലേ ആയിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡെമോയിൽ നമുക്ക് കാണാം. അപ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം പ്രോപ്പറായിട്ട് ടാഗിങ്, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതേപോലെ കണ്ടീഷൻ എഴുതുമ്പോൾ അതും പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിനകത്ത് കണ്ടീഷൻ പോളിസിക്കകത്ത് ഏറ്റവും താഴത്ത് പറയുന്നുണ്ട്, കണ്ടീഷൻ പറഞ്ഞ സ്ട്രിങ് ഈക്വൽ ടു, അതായത് RDSൻ്റെ എൻവിറോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ, പ്രിൻസിപ്പൽ ടാഗും പ്രൊജക്റ്റ് ടീം ഡെവ് ടീമും ആണെങ്കിൽ അവർക്ക് റീബൂട്ട്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആക്സസ് ഉണ്ട്, പെർമിഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഹാൻഡ്സ് ഓണിൽ നമുക്ക് എങ്ങനെയെന്നുള്ളത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ EC2നും സെയിം ഇത് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ AWSൻ്റെ കൺസോളിലാണ് നിൽക്കുന്നത്. ആദ്യം തന്നെ ഒരു IAM പോളിസി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് നോക്കാം. എന്നാണ് ഞാനിപ്പോൾ IAMൻ്റെ സർവീസിലാണ്, ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു പോളിസി ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പോളിസി ടാബിൽ പോയതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് പോളിസി കൊടുക്കണം. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. വിഷ്വൽ എഡിറ്റർ വെച്ചിട്ടും ചെയ്യാം, JSON ഫോർമാറ്റ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വിഷ്വൽ എഡിറ്റർ വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ EC2ൻ്റെ ആണ് ആദ്യം ചെയ്യുന്നത്. EC2 ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം സർവീസ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ആക്ഷനാണ് വേണ്ടത് അത് ജസ്റ്റ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം, ഏതെങ്കിലും ഒരു ആക്ഷൻ സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസ്ക്രൈബിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ ഓൾറെഡി JSONൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്, ഞാനത് കോപ്പി ചെയ്തിട്ട് കാണിക്കണേ. നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാണിക്കണത്. അപ്പോൾ ഡിസ്ക്രൈബ് എടുത്തതിന് ശേഷം അടുത്തത് റിസോഴ്സ് പറഞ്ഞു കൊടുക്കണം. റിസോഴ്സ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സ്പെസിഫിക് റിസോഴ്സ് ARN വെച്ച് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഓൾ കൊടുക്കാം. അതിന് കണ്ടീഷൻ കൊടുക്കേണ്ട ആഡ് കണ്ടീഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടീഷൻ കീ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രിൻസിപ്പളിൻ്റെ ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ EC2ൻ്റെ ടാഗ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞത്, അപ്പോൾ അതും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ JSON വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും സെലക്ട് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ് വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി എൻ്റെ അതിൻ്റെ ഡോക്യുമെൻറ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം അതിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് കോഡ്. ഇതിനകത്ത് RDS ഞാൻ ഡിസ്ക്രൈബ് ഫുൾ അലോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴത്ത് ഞാൻ കണ്ടീഷനും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് RDS റീബൂട്ട്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് ഇന്ന കണ്ടീഷൻ ആണെങ്കിൽ, അതായത് പ്രിൻസിപ്പൽ ടാഗ് പ്രൊജക്റ്റ് ടീം ഡെവ് ടീം ആണെങ്കിൽ, എൻവിറോൺമെൻറ്റ് ഡെവലപ്മെൻറ്റും ആണെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ റീബൂട്ട്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ താഴത്തും EC2നും ഞാൻ സെയിം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാഗിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണം. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരുത്തി ചെയ്യുക. EC2നും ഞാൻ സെയിം തന്നെ കൊടുത്തതാണ്. കണ്ടീഷനും പറഞ്ഞ ഡിസ്ക്രൈബ് EC2 ഫുൾ അലോ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ റീബൂട്ട്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് ഡെവ് ടീമിനും ഡെവലപ്മെൻറ്റിനും. അപ്പോൾ ഞാനത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എററൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ടാഗ് അടിക്കുക. നമുക്കൊന്ന് വിഷ്വൽ എഡിറ്ററിൽ പോയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വിഷ്വൽ എഡിറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ 2 RDSും സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, 2 EC2 സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഫസ്റ്റത്തേൽ ഡിസ്ക്രൈബിന് വേണ്ടിയുള്ളതാണ്. ഞാൻ അടുത്തതിൽ ആക്ഷനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടീഷനും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, DB ടാഗും പ്രിൻസിപ്പൽ ടാഗിനും.
അപ്പോൾ നമുക്കൊന്ന് ആർഡിസിൻ്റെ DB ടാഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ കണ്ടീഷൻ എങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടീഷൻ കീ ഒന്നാണ് RDS DB ടാഗ് എന്നാണ്. ടാഗ് കീ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റർ സ്ട്രിങ് ആണ്, സ്ട്രിങ് ഈക്വലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രിൻസിപ്പിൾ ടാഗ്, അപ്പോൾ ഏത് യൂസർക്കാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനാണെന്ന് വേണ്ടിയാണ് പ്രിൻസിപ്പിൾ ടാഗ് ഞാൻ കൊടുക്കുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് EC2 ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടാഗ് കൊടുക്കുക. അപ്പോൾ ടാഗ് ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ട് ഡെമോ എന്നും പറഞ്ഞ് കൊടുക്കുവാണ്. അല്ലെങ്കിൽ AB അതായത് ആട്രിബ്യൂട്ട് ബേസ്ഡ് കൺട്രോൾ ഡെമോ എന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുവാണ്. ABAC ഡെമോ എന്നും കൊടുത്തു. എന്നിട്ട് ഞാൻ റിവ്യൂ നെക്സ്റ്റ് കൊടുക്കുവാണ്. അപ്പോൾ നെയിം കൊടുക്കുക. ഞാൻ സെയിം നെയിം തന്നെ ഇവിടെയും കൊടുത്തു. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെമോ എന്നും പറഞ്ഞ് കൊടുത്തതിന് ശേഷം എനിക്കിവിടെ കാണാം, എൻ്റെ സമ്മറി കാണാം, അതിന് ടാഗ് നെയിം കാണാം. ഞാൻ ക്രിയേറ്റ് പോളിസി കൊടുത്തു. അപ്പോൾ അതിനുശേഷം നമുക്കിനി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിലേക്ക് യൂസറെ ആഡ് ചെയ്യാനുണ്ട്. എന്നിട്ട് ഈ പോളിസി നമുക്ക് ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പോളിസി ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് അതിൻ്റെ JSON ഫോർമാറ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇനി ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഞാനപ്പോൾ ഗ്രൂപ്പ് സെക്ഷനിൽ വന്നിട്ട് ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുത്തു. ഡെവ് ടീം എന്ന് പറയുന്ന ഗ്രൂപ്പ് നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോഡിൽ പോയിട്ട് ജസ്റ്റ് പ്രൊജക്റ്റ് ടീം ഡെവ് ടീം എന്നാണ്, അത് ഞാനിവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. എൻ്റെ പെർമിഷൻ ആഡ് ചെയ്യണം. ഞാൻ യൂസറെ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, യൂസറെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോളിസി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. അതിനകത്ത് ഇനി പെർമിഷൻ ആഡ് ആയിട്ടെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പെർമിഷനിൽ വന്നതിന് ശേഷം താഴത്ത് ചെക്ക് ചെയ്യാം. അതിൻ്റെ പോളിസി ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാം. യൂസർ ക്രിയേറ്റ് ചെയ്യാണ്ട് യൂസർ സെക്ഷനിൽ വന്നതിന് ശേഷം ആഡ് യൂസർ കൊടുക്കുക. ഞാനിപ്പോൾ ശ്യാം എന്നാണ് പേര് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആക്സസ് ടൈപ്പ് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. ഞാൻ കൺസോൾ ആക്സസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പാസ്വേഡ് കൊടുക്കുന്നു. ചെക്ക് ബോക്സിന് ടിക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് പെർമിഷൻ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. ഞാൻ ആ ഗ്രൂപ്പാണ് ഞാൻ കൊടുക്കുന്നത്. ഡെവ് ടീം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ടാഗാണ്, നെക്സ്റ്റ് അടിക്കുന്നു. ടാഗ് നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുത്തിട്ട് ഡെമോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മളിവിടെ പ്രോപ്പറായിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, പ്രിൻസിപ്പിളിന് ടാഗ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാനിവിടെ പ്രിൻസിപ്പിൾ ടാഗിൻ്റെ പ്രൊജക്റ്റ് ടീം എന്നാണ് കീയും അതിൻ്റെ വാല്യൂ വരുന്നത് ഡെവ് ടീം എന്നാണ്. ഞാൻ അപ്പോൾ അതേപോലെ തന്നെ കൊടുക്കുകയാണ്. കോപ്പി ചെയ്തു. ഡെവ് ടീം എന്ന് ഞാൻ വാല്യൂയിലും കൊടുത്തു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് റിവ്യൂ അടിച്ച് റിവ്യൂ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് യൂസർ കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ എൻ്റെ യൂസർ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഗ്രൂപ്പിൽ പുതിയ ഗ്രൂപ്പിലാണ് അറ്റാച്ച് ചെയ്യുക. ഡെവ് ടീം എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിലുള്ള പെർമിഷൻ ഇപ്പോൾ എനിക്ക് അസൈൻ ആയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ഫ്രം ഗ്രൂപ്പ് പോളിസി ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ടാഗും പ്രോപ്പറായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 ടാഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റ് ടീമെന്നും നെയിമെന്ന് പറഞ്ഞ് 2 ടാഗാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 EC2 സെർവറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓരോ EC2 സെർവറിനും ഓരോ ടാഗിനെ ഞാൻ കൊടുത്തു. ഒന്ന് പ്രൊഡക്ഷനും ഒന്ന് ഡെവെന്നുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെബ് സെർവർ 001 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റാണ്. അതിൽ 2 വന്നു കഴിഞ്ഞാൽ എൻവിറോൺമെൻറ്റ് പ്രൊഡക്ഷനുമാണ്. അതേപോലെ ഞാൻ 2 ഡാറ്റാബേസ് RD സെർവർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ടാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡാറ്റാബേസ് 1 ഞാൻ ടാഗ് കൊടുത്തിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എൻവിറോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നാണ്. അതേപോലെ ഡാറ്റാബേസ് 2 ഞാൻ എൻവിറോൺമെൻറ്റ് പ്രൊഡക്ഷൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്ഷനാണ് ഡാറ്റാബേസ് 2 ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ശ്യാം എന്ന് പറഞ്ഞ യൂസർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡെവ് ടീമിനകത്താണ്. അപ്പോൾ ആ യൂസർ വെച്ച് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഞാനപ്പോൾ ജസ്റ്റ് ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഞാനൊരു പ്രൈവറ്റ് വിൻഡോ എടുത്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്തു. ശ്യാം എന്ന് പറഞ്ഞ യൂസറിൽ ഞാൻ ലോഗിൻ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഈ കൊടുത്ത പെർമിഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അതായത് റീബൂട്ടിങ് പ്രൊഡക്ഷനിൽ റീബൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നും ഡെവിൽ റീബൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ലോഗിൻ ചെയ്തു.
ഇപ്പോൾ ഞാൻ ശ്യാം എന്ന് പറഞ്ഞ യൂസറിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം തന്നെ EC2 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. EC2 എടുത്തതിന് ശേഷം ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട്. EC2 എടുത്ത് ഒരു ടാബിൽ ഹാർഡ് എടുത്തിട്ടുണ്ട്. EC2ൽ പോയതിന് ശേഷം 2 സെർവർ അവിടെ ഉണ്ട്. വെബ് സെർവർ 001 ഉണ്ട്, 2 ഉണ്ട്. അപ്പം ജസ്റ്റ് അതിൻ്റെ 1 ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. അപ്പം അതിൻ്റെ ടാഗ് കിടക്കുന്നത് എൻവിറോൺമെൻറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 001 എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ എനിക്ക് എന്തായാലും അത് റീബൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ടീം ഡെവ് ടീം ആണെങ്കിൽ, എൻവിറോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ റീബൂട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. EC2നും RDSനും ഞാൻ സെയിം തന്നെയാണ് ഞാൻ അതേപോലെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് ഫസ്റ്റ് തന്നെ വെബ് സെർവർ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. പെർമിഷൻ ഇഷ്യൂ കൊണ്ട് ഇപ്പോൾ ഇവിടെ എറർ അടിക്കും. ഓക്കെ, ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതിനർത്ഥം എൻ്റെ പെർമിഷൻ വർക്കിംഗ് ആണ്. ഇനി എനിക്കൊന്ന് വെബ് സെർവർ 002 ഒന്ന് നോക്കാം. അതിൻ്റെ ട്രാഗ് പ്രൊഡക്ഷൻ എന്നാണ്. അത് എറർ അടിക്കും എന്തായാലും. പെർമിഷൻ്റെ ആയിരിക്കും വരുന്നത്. സ്റ്റോപ്പ് കൊടുക്കുവാണ്. ഫെയിൽ ടു സ്റ്റോപ്പ്, അതായത് എനിക്ക് പ്രിവിലേജ് ഇല്ലെന്നാണ്, ഓതറൈസേഷൻ ഇല്ലെന്നാണ് പറയുന്നത് അതിൻ്റെ ഓപ്പറേഷൻ. അതായത് അത് പ്രൊഡക്ഷനുള്ളവർക്ക് മാത്രമേ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് മാത്രമേ ഈ യൂസർക്ക് പ്രിവിലേജ് ഉള്ളൂ. അതേപോലെ നമുക്ക് RDS കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഡാറ്റാബേസ് 1ൻ്റെ ടാഗ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ടാഗ് ചെക്ക് ചെയ്യാൻ നേരത്തെ എനിക്ക് അവിടെ വ്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു പെർമിഷൻ കൂടി പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഞാനത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ IAM സർവീസിൽ പോയതിന് ശേഷം ആ പോളിസി എടുക്കുക. പോളിസി എടുത്തിട്ട് ഒന്നിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് അത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് ടാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി RDSന് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. ഞാൻ എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴത്ത് ലിസ്റ്റ് ടാഗ് ഫോർ റിസോഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതുകൊണ്ടാണ് അവിടെ എനിക്ക് ആദ്യമേ അത് കറങ്ങി നിന്നത്, ടാഗിങ് കാണിക്കാതിരുന്നത്. ഞാൻ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് അവിടെ ടാഗ് വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് റീബൂട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഡാറ്റാബേസ് 1 ചൂസ് ചെയ്തു. അതിൻ്റെ ടാഗ് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഡെവലപ്മെൻ്റ് ആണ് എൻവിറോൺമെൻറ്റ്. നമുക്കൊന്ന് റീബൂട്ട് ചെയ്ത് നോക്കാം. ആക്ഷനിൽ പോയതിന് ശേഷം ഞാൻ റീബൂട്ട് ചെയ്യുവാണ്. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ റീബൂട്ടോ സ്റ്റോപ്പ് എന്താണെന്ന് ചെയ്യാം. ഞാനിപ്പോൾ റീബൂട്ടാണ് കൊടുക്കുന്നത്. കൺഫേം ചെയ്യുക. ഇപ്പോൾ എൻ്റെ റീബൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എൻവിറോൺമെൻറ്റിലുള്ള ഡാറ്റാബേസ് എനിക്ക് റീബൂട്ട് ചെയ്യാൻ പറ്റും. ഇനി പ്രൊഡക്ഷൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഡാറ്റാബേസ് 2 എടുത്തു. അതിൻ്റെ ടാഗ് 2 പ്രൊഡക്ഷൻ എന്നാണ്. അപ്പോൾ എനിക്കതൊന്ന് റീബൂട്ട് ചെയ്ത് നോക്കാം. ഇത് കൊടുക്കുമ്പോൾ പെർമിഷൻ്റെ അടിക്കും. എനിക്ക് ഓതറൈസേഷൻ ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഇത് ചെയ്യാൻ പ്രൊഡക്ഷനിലെ എൻവിറോൺമെൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ടാഗ് ബേസ് ചെയ്തിട്ട് നമ്മൾ പെർമിഷൻ സെറ്റ് ചെയ്യുന്നത് തന്നെയാണ് ആട്രിബ്യൂട്ട് ബേസ്ഡ് കൺട്രോൾ, ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാഗ് ബേസ് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.